ഗുഡ് മോർണിംഗ്. വീക്ക്ലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. പുതുവത്സരത്തിൽ നിക്ഷേപകർക്ക് മികച്ച നേട്ടമാണ് മാർക്കറ്റ് തന്നത്. ആഴ്ചയിലെ അവസാന ദിനം ഒരു പുതിയ സർവകാല ഉയരം മറികടക്കാൻ ബെഞ്ച്മാർക്ക് സൂചികൾക്കായി. വരാനിരിക്കുന്ന കോർപ്പറേറ്റ് കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടുകളിലെ മികച്ച പ്രതീക്ഷയും ഡിസംബറിലെ റെക്കോർഡ് വിൽപ്പനയിൽ ഓട്ടോ സൂചികയുടെ പ്രകടനവും പോസിറ്റീവായ ഡാറ്റകളുടെ പ്രതീക്ഷയും എല്ലാം ചേർന്നതോടെ നിഫ്റ്റി 26,300-ഉം ബാങ്ക് നിഫ്റ്റി 60,203 എന്ന ലെവലും അനായാസം മറികടന്നു. ഇതിനു പുറമെ ബാങ്കിംഗ് ഫിനാൻഷ്യൽ ഓഹരികളിലെ ശക്തമായ പ്രകടനവും വിപണിക്ക് കരുത്തു പകർന്നു. അതേസമയം എല്ലാ സെക്ടറുകളും പച്ചതൊട്ടപ്പോൾ ഏറ്റവും അധികം സമ്മർദ്ദത്തോടെ FMCG ഇൻഡെക്സാണ് മോശം പ്രകടനം കാഴ്ചവെച്ചത്. ഫെബ്രുവരി 1 മുതൽ സിഗരറ്റ് ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങൾക്ക് കനത്ത നികുതി ഏർപ്പെടുത്താനുള്ള കേന്ദ്ര തീരുമാനത്തിന് പിന്നാലെ ടുബാക്കോ കമ്പനികളുടെ ഓഹരികളിൽ കനത്ത സെൽ ഓഫാണ് ഉണ്ടായത്. ഇതേസമയം FMCG ഇൻഡെക്സ് 9 മാസത്തെ താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. ഓഹരികളിൽ ITC ആയിരുന്നു ഏറ്റവും അധികം ഇടിവിലേക്ക് വീണത്. വീക്കിലി പെർഫോമൻസിൽ 1.1% റിട്ടേൺ നിഫ്റ്റി തന്നപ്പോൾ ബാങ്ക് നിഫ്റ്റി 1.93% നേട്ടമാണ് നൽകിയത്. IT, FMCG ഒഴികെ എല്ലാ സെക്ടർ സൂചികളും മികച്ച നേട്ടം തന്ന വാരം കൂടിയായിരുന്നു കഴിഞ്ഞു പോയത്. 5.7% നേട്ടത്തോടെ ഷൈനിങ് സ്റ്റാർ ആയത് മെറ്റൽ തന്നെയായിരുന്നു. 4.98% മുന്നേറ്റത്തോടെ PSU ബാങ്ക് ഇൻഡെക്സും തിളങ്ങി. തൊട്ടുപിന്നാലെ മികച്ച സെയിൽസ് നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ 3.83% റിട്ടേൺ ഓട്ടോ ഇൻഡെക്സും പ്രകടമാക്കി. 3% കൂടുതൽ മീഡിയ, ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികളും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. പ്രോഫിറ്റ് ബുക്കിങ്ങിൽ IT ഇൻഡെക്സ് 0.5% കൂടുതലും ഏറ്റവും സമ്മർദ്ദത്തിലായ FMCG 3.72%-ലേക്കും കൂപ്പുകുത്തി. ഒരു സാന്താ റാലിക്ക് ശേഷം അനിവാര്യമായ ഒരു കറക്ഷനിലൂടെയായിരുന്നു പോയ വാരം അമേരിക്കൻ വിപണികൾ കടന്നുപോയത്. ഒരു ഹോളിഡേ മൂഡിലായിരുന്നു നിക്ഷേപകരും വിപണിയും. ഒപ്പം ഫെഡിൻ്റെ മീറ്റിംഗ് മിനിറ്റ്സിൽ ഫെഡ് ഒരു പോസ്റ്റ് മോഡിലേക്ക് നീങ്ങിയേക്കാമെന്ന സൂചന കൂടി ലഭിച്ചതോടെ നിക്ഷേപകർ പ്രോഫിറ്റ് ബുക്കിങ്ങിന് തയ്യാറായി. എന്നിരുന്നാലും 2006 ആദ്യ ട്രേഡിംഗ് ഡേയിൽ ശക്തമായി പ്രകടനം കാഴ്ചവെക്കാൻ അമേരിക്കൻ വിപണികൾക്ക് കഴിഞ്ഞു. പ്രതിവാര അടിസ്ഥാനത്തിൽ ഡൗ ജോൺസ് 0.67% നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ നാസ്ഡാക്ക് 100ന്റെ ഇടിവ് കനത്തു. നഷ്ടം 1.71%. S&P 500 സൂചികയുടെ നഷ്ടവും 1% മുകളിലേക്കാണ് ഉയർന്നത്. പുതുവർഷത്തിൽ ഒരുപിടി ഡാറ്റകളാണ് US വിപണികളെ കാത്തിരിക്കുന്നത്. ജനുവരി 5-ന് ISM പബ്ലിഷ് ചെയ്ത നിർമ്മാണ മേഖലയിലെ PMI കണക്കുകളാണ് ഇതിലാദ്യം വരുന്നത്. ഡിസംബറിലെ ഡാറ്റയാണ് വരുന്നത്. 50 പോയിന്റ്സിൽ താഴെയായിരിക്കും PMI റിപ്പോർട്ട് ചെയ്യുക എന്നാണ് അനുമാനം. തുടർന്ന് 6-ന് S&P ഗ്ലോബൽ പ്രസിദ്ധീകരിക്കുന്ന സർവീസസ് കോമ്പോസിറ്റ് PMI ഡാറ്റകളും എത്തും. ഡിസംബറിലെ ഡാറ്റകളാണ് പബ്ലിഷ് ചെയ്യുന്നത്. ജനുവരി 7-ന് ISM പ്രസിദ്ധീകരിക്കുന്ന നിർമ്മാണ ഇതര PMI ഡാറ്റകൾ കൂടി വരുന്നതായിരിക്കും. അന്ന് തന്നെ വിവിധ ജോബ് മാർക്കറ്റ് ഡാറ്റകളും വന്നു തുടങ്ങും. ആദ്യം വരുന്നത് ജോൾസിൻ്റെ ജോബ് ഓപ്പണിംഗ് ഡാറ്റയാണ്. നവംബറിൽ പെൻഡിംഗ് ആയിരുന്ന ഡാറ്റയാണ് അന്ന് പബ്ലിഷ് ചെയ്യുന്നത്. ജോബ് ഓപ്പണിംഗിൽ കുറവാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം അന്ന് തന്നെ വരുന്ന ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഡാറ്റയും നിക്ഷേപകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റും. ജനുവരി 8-ന് പതിവ് പോലെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. കൂടാതെ അന്ന് തന്നെ പ്രസിദ്ധീകരിക്കുന്ന എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ട്രേഡ് ബാലൻസ് കണക്കുകളും വിപണി ശ്രദ്ധ ആകർഷിച്ചേക്കാം. ഒക്ടോബറിലെ ഡാറ്റകളാണ് വരുന്നത്. ജനുവരി 9-ന് നോൺ ഫാം പെയ്റോൾ, പ്രൈവറ്റ് നോൺ ഫാം പെയ്റോൾ, തൊഴിലില്ലായ്മ നിരക്ക് എന്നീ നിർണായക ഡാറ്റകളും വരും. ഡിസംബറിലെ ഡാറ്റകളാണ് വരുന്നത്. കൂടാതെ ഷട്ട്ഡൗണിനെ തുടർന്ന് പെൻഡിങ്ങിലായിരുന്ന ഹൗസിംഗ് സ്റ്റാർട്ട്സ് ഡാറ്റയും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഒക്ടോബറിലെ ഡാറ്റയാണ് വരുന്നത്. ഇതോടെ US-ൻ്റെ ലേബർ മാർക്കറ്റിൻ്റെ ഗതിയും ഇക്കോണമിയെ സംബന്ധിച്ചുള്ള ഒരു ഏകദേശ ചിത്രവും വിപണിക്ക് ലഭ്യമാകുന്നതായിരിക്കും. സെലിബ്രേഷൻ മോഡിലായിരുന്നു കഴിഞ്ഞ ആഴ്ച യൂറോപ്യൻ വിപണികൾ. എന്നിരുന്നാലും 2025-നോട് വിട പറഞ്ഞത് ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടായിരുന്നു. ഹൈ ലെവൽസിൽ വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടുവെങ്കിലും വീക്കിലി ബേസിസിൽ പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്യാൻ യൂറോപ്യൻ വിപണികൾക്ക് കഴിഞ്ഞു. ഡാക്സ് സൂചിക 0.82% നേട്ടം വീക്കിലി ഗെയിൻ നൽകിയപ്പോൾ CAC 40 1.13%-ന്റെ കുതിപ്പാണ് നടത്തിയത്. FTSE 100ന്റെ നേട്ടം 0.82%. ഒരു ലോങ് ഹോളിഡേക്ക് ശേഷം ആരംഭിക്കുന്ന യൂറോപ്യൻ വിപണികളെ കാത്തിരിക്കുന്നത് നിരവധി എക്കണോമിക് ഡാറ്റകളാണ്. അടുത്തയാഴ്ച യൂറോപ്യൻ വിപണികളെ കാത്തിരിക്കുന്നത് പ്രധാനമായും വിവിധ PMI, CPI കണക്കുകളാണ്. ഫ്രാൻസ്, ജർമ്മനി, യൂറോസോൺ എന്നിവയുടെ സർവീസസ് PMI കണക്കുകളും യൂറോസോൺ കോമ്പോസിറ്റ് PMI കണക്കുകളും ജനുവരി 6-ന് പ്രസിദ്ധീകരിക്കും. 50-ന് മുകളിൽ PMI പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും നവംബറിനെ അപേക്ഷിച്ച നേരിയൊരു സമ്മർദ്ദം സർവീസസ് മേഖലയിൽ ഉണ്ടായേക്കാമെന്നാണ് ഇപ്പോഴത്തെ അനുമാനം.
കൂടാതെ ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും CPI കണക്കുകളും അന്ന് തന്നെ എത്തുന്നതായിരിക്കും. ഫ്രാൻസിൽ കഴിഞ്ഞ തവണ പ്രതിമാസ അടിസ്ഥാനത്തിൽ പണപ്പെരുപ്പം നെഗറ്റീവിലേക്ക് പോയിരുന്നു. ആ ട്രെൻഡ് ഇത്തവണയും തുടരുമോ എന്ന് നിക്ഷേപകർ സൂക്ഷ്മമായി നിരീക്ഷിക്കും. ജനുവരി 7-ന് ജർമ്മനിയുടെ റീറ്റെയിൽ സെയിൽസ്, തൊഴിലില്ലായ്മ നിരക്ക് എന്നീ ഡാറ്റകളും പബ്ലിഷ് ചെയ്യും. ഇതോടെ ജർമ്മൻ സമ്പദ് വ്യവസ്ഥയുടെ സമീപഭാവി വിലയിരുത്താൻ നിക്ഷേപകർക്ക് കഴിയുന്നതായിരിക്കും. ഒപ്പം അന്ന് തന്നെ വരുന്ന യൂറോസോണിൻ്റെ CPI, കോർ CPI ഡാറ്റകളും വിപണി ശ്രദ്ധ പിടിച്ചുപറ്റിയേക്കാം. 8-ന് യൂറോസോണിൻ്റെ തൊഴിലില്ലായ്മ നിരക്കുകൾ കൂടി വരുന്നതോടെ യൂറോസോണിൻ്റെ ചിത്രവും വ്യക്തമാകും. ജർമ്മനിയുടെ വ്യാവസായിക ഉൽപ്പാദന ഡാറ്റകൾ ജനുവരി 9-നായിരിക്കും പ്രസിദ്ധീകരിക്കുക. ഇത് വിപണിയുടെ ശ്രദ്ധ ആകർഷിച്ചേക്കാം. ഒരു റാലിയിലൂടെ ആയിരുന്നു പോയ വർഷത്തോടെ പ്രധാന ഏഷ്യൻ വിപണികൾ യാത്ര പറഞ്ഞത്. ജപ്പാനീസ് സൂചികയായ ടോപ്പിക്സ് 1989-ലെ ബബിൾ മാർക്കറ്റിനേക്കാളും ഉയർന്ന റെക്കോർഡ് ക്ലോസിംഗ് ആയിരുന്നു നടത്തിയത്. ടെക് ഹെവി ആയ കോസ്പി പോലുള്ള സൂചികകളും അവരുടെ കരുത്ത് കാഴ്ചവെച്ചു. 4-ന് വന്ന ചൈനയുടെ കയാക്സിൻ സർവീസസ് PMI കണക്കുകളോടായിരിക്കും അടുത്ത ആഴ്ച ആദ്യം ഏഷ്യൻ നിക്ഷേപകർ പ്രതികരിക്കുക. തുടർന്ന് ജനുവരി 6-ന് ജപ്പാന്റെ സർവീസസ് PMI കണക്കുകളും പ്രസിദ്ധീകരിക്കും. 8-ന് വരുന്ന ചൈനയുടെ CPI, PPI കണക്കുകളും ഏഷ്യൻ നിക്ഷേപകരുടെ ശ്രദ്ധ ആകർഷിച്ചേക്കും. കമ്മോഡിറ്റി മാർക്കറ്റിൽ വില വർധനവാണ് പോയ വാരം കാണാൻ കഴിഞ്ഞത്. ബ്രെന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 0.48% ഉയർന്ന് ബാരലിന് 60.61 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WT ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 0.62% വർദ്ധിച്ച് ബാരലിന് 57 എന്ന നിലയിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വോളറ്റാലിറ്റി കൂടിയ ഒരു വീക്കാണ് ക്രൂഡിൽ കാണാൻ സാധിച്ചത്. ആഗോള പ്രശ്നങ്ങളും ഓവർ സപ്ലൈ കൺസേണുമാണ് ഈ ആഴ്ച ഇത്രയും വോളറ്റാലിറ്റി സൃഷ്ടിച്ചത്. എന്നാൽ ക്രൂഡ് ഡിമാൻഡ് ഒരു സീസണൽ സ്ലോ ഡൗൺ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും പ്രധാന എണ്ണ നിർമ്മാതാക്കൾ ഉൽപ്പാദനം കുറയ്ക്കാതിരുന്നത് എണ്ണവിലയെ അവസാന സമയങ്ങളിൽ താഴോട്ട് നയിക്കുന്നതുമാണ് കാണാൻ സാധിച്ചത്. ടെക്നിക്കൽ സൈഡിൽ ബ്രെന്റ് ക്രൂഡിൻ്റെ ആദ്യ സപ്പോർട്ട് 60.5 എന്ന ലെവലിലും തുടർന്ന് 60.27 എന്ന ലെവലിലുമാണ്. തുടർന്ന് 60 എന്ന ലെവലും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്സൈഡിലേക്ക് വരുമ്പോൾ 61.46 എന്ന ലെവലിലാണ് ആദ്യ റെസിസ്റ്റൻസ്. ഇത് മറികടന്നാൽ 61.7 എന്ന ലെവലും 62.37 എന്ന ലെവലും റെസിസ്റ്റൻസായി ആക്ട് ചെയ്യുന്നതായിരിക്കും. WT ക്രൂഡിൻ്റെ ആദ്യ സപ്പോർട്ട് 56.51 എന്ന ലെവലിലാണ്. തുടർന്ന് 56.3 എന്ന ലെവലും സപ്പോർട്ടായി പരിഗണിക്കാവുന്നതാണ്. മറുവശത്ത് 57.5 എന്ന ലെവലിലാണ് ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാവുന്നത്. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ 57.8 എന്ന ലെവലും തുടർന്ന് 58.3 എന്ന ലെവലും റെസിസ്റ്റൻസായി ആക്ട് ചെയ്യുന്നതായിരിക്കും. സ്വർണ്ണവില പ്രതിവാരാടിസ്ഥാനത്തിൽ 4.43% ഇടിവാണ് കാണാൻ സാധിച്ചത്. $4331.57 ട്രോയ് ഔൺസിലാണ് വ്യാപാരം സ്വർണം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ വർഷം ഏകദേശം 65% സ്വർണം കുതിച്ചത്. US താരിഫ്, ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളും കേന്ദ്ര ബാങ്കുകളുടെ ഗോൾഡ് ബൈയും പലിശ നിരക്കുകളുമായിരുന്നു ഇതിൻ്റെ പ്രധാന കാരണമായി മാറിയത്. എന്നാൽ ഈ ആഴ്ച പുറത്തു വന്ന US FOMC മീറ്റിംഗ് മിനിറ്റ്സിൽ പലിശ നിരക്കുകൾ കുറയ്ക്കാൻ സാധ്യത കുറഞ്ഞതാണ് സ്വർണത്തിന് തിരിച്ചടിയായത്. ടെക്നിക്കൽ സൈഡിൽ ഗോൾഡിൻ്റെ ആദ്യ സപ്പോർട്ട് 4244 എന്ന ലെവലും തുടർന്ന് 4100 എന്ന ലെവലിലുമാണ്. അപ്സൈഡിലേക്ക് വരുമ്പോൾ 4549 എന്ന ലെവൽ ആദ്യ റെസിസ്റ്റൻസായി പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ 4655 എന്ന ലെവലാണ് അടുത്ത റെസിസ്റ്റൻസായി മാറാവുന്നത്. ഇന്ത്യൻ രൂപ പോയ വാരത്തിൽ ഇടിവാണ് രേഖപ്പെടുത്തിയത്. USD INR വാരാന്ത്യത്തിൽ 0.26% ഉയർന്ന് 89.97 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ടെക്നിക്കൽ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ വരും ആഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടുള്ളത് 90.58 എന്ന ലെവലും തുടർന്ന് 91.07 എന്ന ലെവലിലുമാണ്. 91.64 എന്ന ലെവലും സപ്പോർട്ടായി കണക്കാക്കാം. മറുവശത്ത് 89.57 എന്ന ലെവലാണ് ആദ്യ റെസിസ്റ്റൻസ്. ഈ ഒരു ലെവൽ മറികടന്നാൽ 88.87 എന്ന ലെവലും 87.78 എന്ന ലെവലും റെസിസ്റ്റൻസായി പരിഗണിക്കാവുന്നതാണ്. പോയ വാരവും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അറ്റ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയത്. FIകൾ 13,180.09 കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചപ്പോൾ DIകൾ 17,766.57 കോടി രൂപയുടെ നിക്ഷേപവും ഇതേ കാലയളവിൽ നടത്തി. അടുത്ത വാരം വിപണിയിൽ നിർണായകമാകുന്ന കണക്കുകൾ നിക്കി സർവീസസ് PMI, മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസസ് PMI, M3 മണി സപ്ലൈ, GDP ആനുവൽ, ബാങ്ക് ലോൺ ഗ്രോത്ത്, ഡിപ്പോസിറ്റ് ഗ്രോത്ത്, ഫോറക്സ് റിസർവ് എന്നീ ഡാറ്റകളാണ്. നിക്കി സർവീസസ് PMI, മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസസ് PMI ഡാറ്റകൾ എത്തുന്നത് ജനുവരി 6-നാണ്. കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയ കണക്കുകൾ മാറ്റമില്ലാതെ തുടരാനാണ് ഇത്തവണയും സാധ്യത കാണുന്നത്.
ജനുവരി 7-നാണ് M3 മണി സപ്ലൈ GDP ആനുവൽ കണക്കുകൾ വരുന്നത്. ജനുവരി 9-ന് വരുന്ന പ്രധാനപ്പെട്ട ഡാറ്റകളിൽ ബാങ്ക് ലോൺ ഗ്രോത്ത്, ഡിപ്പോസിറ്റ് ഗ്രോത്തും വിപണി ഒറ്റുനോക്കുന്നുണ്ട്. പതിവ് പോലെ തന്നെ ഫോറക്സ് ഡാറ്റ ജനുവരി 9-നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഡിസംബർ 26-ന് അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $3.29 ബില്യൺ ഉയർന്ന് $696.61 ബില്യൺ കഴിഞ്ഞ വാരം വന്ന ഓട്ടോ സെയിൽസ് ഡാറ്റ വിപണിയിൽ ഓട്ടോ ഇൻഡെക്സിൽ ചലനം സൃഷ്ടിച്ചു. 2025 കലണ്ടർ വർഷത്തിൽ ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ വ്യവസായം ശക്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഉയർന്ന അടിത്തറ ഉണ്ടായിരുന്നിട്ടും മൊത്തത്തിലുള്ള കാർ വിൽപ്പന വർഷം തോറും ഏകദേശം 6% വർദ്ധിച്ച് 4.5 ദശലക്ഷം യൂണിറ്റിലെത്തി. ടാക്സ് റാഷണലൈസേഷൻ മെഷേഴ്സ്, റിപ്പോ റേറ്റ് കട്ട് ആൻഡ് ഇൻകം ടാക്സ് റിലീഫ് എന്നിവയാണ് വളർച്ചയ്ക്ക് സഹായകരമായത്. ഇവ ഒരുമിച്ച് ഡിസ്പോസിബിൾ വരുമാനം ഉയർത്തുകയും ബയ്യർ സെന്റിമെന്റ് പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു. പാസഞ്ചർ വെഹിക്കിൾ വിൽപ്പനയിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായി. ഡിസംബറിൽ ഏകദേശം 4,50,000, 4,07,000 കാറുകളും സെഡാനുകളും യൂട്ടിലിറ്റി വാഹനങ്ങളും വിറ്റഴിക്കപ്പെട്ടതായാണ് കണക്കുകൾ സൂചിപ്പിച്ചത്. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ വിറ്റഴിച്ച ഏകദേശം 3,22,000 യൂണിറ്റുകളെ അപേക്ഷിച്ച് 26% വർധനവാണ് രേഖപ്പെടുത്തിയത്. നികുതി കുറച്ചതിന് ശേഷം തുടർച്ചയായ 3-ാമത്തെ മാസമാണ് ഇരട്ട അക്ക വളർച്ച ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. മാരുതി സുസുക്കി വീണ്ടും വിൽപ്പനയിൽ പട്ടികയിൽ ഒന്നാമതെത്തി. മാരുതി സുസുക്കി ഇന്ത്യയും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും ഓട്ടോ സെയിൽസ് ഡാറ്റയിൽ അനലിസ്റ്റ് എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്തുകൊണ്ടുള്ള കണക്കുകളാണ് പുറത്തുവിട്ടത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സ്റ്റെല്ലാർ പെർഫോമൻസ് ആണ് വെള്ളിയാഴ്ച കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഇൻഡെക്സ് 26,340 എന്ന പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് 182 പോയിന്റ് നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. തുടർച്ചയായി 3-ാമത്തെ സെഷനിലാണ് നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. ശക്തമായ കൺസോൾട്ടേഷൻ ബ്രേക്ക്ഔട്ട് ലഭിച്ചതും മൊമെന്റം ഇൻഡിക്കേറ്ററുകളിൽ പോസിറ്റിവിറ്റിയും ഈ റാലി ഷോർട്ട് ടൈമിൽ തുടർന്നേക്കാമെന്നും ഹോപ്സ് നിക്ഷേപകർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡെയിലി ബേസിസിൽ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ ഫോർമേഷൻ നടന്നതുകൊണ്ട് ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്തേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. നിഫ്റ്റിയുടെ അണ്ടർലൈൻ ട്രെൻഡ് ഷാർപ്ലി അപ്വേർഡ് ആണെന്നും HDFC സെക്യൂരിറ്റീസിലെ സീനിയർ ടെക്നിക്കൽ അനലിസ്റ്റായ നാഗരാജ് ഷെട്ടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അടുത്ത 1-2 ആഴ്ചകളിൽ 26,750 എന്ന പോയിന്റ് അപ്സൈഡ് ടാർഗറ്റായി പരിഗണിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പോയിന്റ് ഫിബ് റിട്രേസ്മെൻറ്റിലെ 61.8% കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റാണ്. 26,200 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായും സൂചിപ്പിക്കുന്നുണ്ട്. ഇൻഡെക്സ് എല്ലാ മൂവിംഗ് ആവറേജുകളിലും മുകളിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ടും മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ സ്ട്രോങ് ആയതുകൊണ്ടും ബ്രോഡർ ട്രെൻഡ് പോസിറ്റീവ് ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 26,100ലേക്ക് ബേസ് ഷിഫ്റ്റ് ആയതുകൊണ്ട് നിയർ ടേബിൾ 26,500 ഒരു പോസിബിൾ ടാർഗറ്റായി പരിഗണിക്കാമെന്നാണ് സെൻട്രം ബ്രോക്കിങ്ങിലെ ടെക്നിക്കൽ അനലിസ്റ്റായ ദിലേഷ് ജെയിൻ പറയുന്നത്. 26,200 എന്ന ലെവൽ സപ്പോർട്ടായി പരിഗണിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയെ ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടുള്ള മുന്നേറ്റമാണ് ഉണ്ടായത്. വെള്ളിയാഴ്ച 439 പോയിന്റോളം ഉയർന്ന് 0.74% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. തുടർച്ചയായ 4 ട്രേഡിംഗ് സെക്ഷനിലും പോസിറ്റീവായാണ് ക്ലോസ് ചെയ്തത്. ഷോർട്ട് ടൈമിൽ 61,500 റെസിസ്റ്റൻസായും ഡൗൺ സൈഡിൽ 59,300 സപ്പോർട്ടായും എക്സ്പെക്റ്റ് ചെയ്യാമെന്നും ദിലേഷ് ജെയിൻ പറഞ്ഞു വെക്കുന്നു. പോയ വാരം വിപണി പ്രകടമാക്കിയ പോസിറ്റീവ് മൊമെന്റം തുടരണമെങ്കിൽ 26,200 എന്ന ലെവൽ നിലനിർത്തേണ്ടതുണ്ട്. ഈ ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ വീണ്ടും മികച്ച മുന്നേറ്റം വിപണിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കൂടാതെ കോർപ്പറേറ്റ് കമ്പനികളുടെ പാദഫലങ്ങൾക്ക് മുന്നോടിയായുള്ള ബിസിനസ് അപ്ഡേറ്റുകളും വിപണിക്ക് നിർണായകമാണ്. മികച്ച ബിസിനസ് അപ്ഡേറ്റ്സ് പുറത്തു വന്നാൽ അത് വിപണിയുടെ കൂടുതൽ മുന്നേറ്റത്തിന് കാരണമാകും. എന്തായാലും മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെയായി തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.